എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ വെള്ള കളർ ഡ്രസ്സൊക്കെ ഇട്ട് ആരോ ഒരാള് ഷിനോബികളെ മുഴുവൻ അറ്റാക്ക് ചെയ്യാണ്. ഷിനോബികൾ കയ്യിൽ കിട്ടിയ റാഡും അവരുടെ പവറും ഒക്കെ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ അവരെത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും ഒരു പ്രത്യേക സാൻഡ് പവർ അതങ്ങനെ വന്ന് അവരുടെ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യും. അതിനുശേഷം ഒരു മോൺസ്റ്റർ രൂപം ഇപ്പൊ ആ വില്ലന്റെ തൊട്ട് മുൻപിൽ വരും. അതൊരു ബട്ടർഫ്ലൈനെ ക്രിയേറ്റ് ചെയ്ത് ഷിനോബികൾക്കിടയിലേക്ക് അയക്കും. ഷിനോബികൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ ആ ബട്ടർഫ്ലൈ അതങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. കട്ട് ചെയ്ത അതൊരു വില്ലനല്ല, മറിച്ച് രണ്ട് വില്ലന്മാരാണ്. അടുത്ത നിമിഷം വലിയൊരു ലൈറ്റ്നിങ് പവർ അവിടേക്ക് വന്ന് ആ രണ്ട് ചുനീൻസിനെയും അങ്ങനെ അട്ടിച്ച് തെറിപ്പിക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ സായ് ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് വരികയാണ്. ഉടനെ പോലീസ് പറയും രണ്ട് ഷിനോബികൾക്ക് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്, അവർ കോമ സ്റ്റേജിലാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉടനെ സായി ആണെങ്കിൽ അവിടെ മുഴുവൻ കയറി ഇറങ്ങി നടക്കും. ഉടനെ അവനൊരു ഹെഡ് ബാൻഡ് കിട്ടും. കട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോയും സാറുടെയും കാണിക്കും. അവർ രണ്ടുപേരും മീറ്റ്സിയയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ബൊറൂട്ടോ പറയും അവൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ ലേറ്റ് ആവില്ല. ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, സോ എനിക്ക് അവന്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം. അത് കേട്ട് സാറടെ ചിരിച്ച് അവനോട് പറയും കൊനോമാരു മാസ്റ്റർ ഇന്നത്തെ മിഷൻ അത് ക്യാൻസൽ ആയെന്ന് പറഞ്ഞു. നമുക്ക് ഈ കാര്യം എത്രയും പെട്ടെന്ന് മീറ്റ്സിയെ അറിയിക്കണം. ഉടനെ ബൊറൂട്ടോ അവൻ തലയൊക്കെ ചൊറിഞ്ഞ് ഇപ്പൊ അവളോട് പറയും ആക്ച്വലി മീറ്റ്സികയുടെ വീട് അതെനിക്കറിയില്ല, അവൾ ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ ഡയറി എടുത്ത് മീറ്റ്സികയുടെ വീട് അതവൾ നോട്ട് ചെയ്തത് ചെക്ക് ചെയ്യും. അതിനുശേഷം അവന്റെ വീട്ടിലേക്ക് തന്നെ വരും. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അവർ ഒരുപാട് നേരം മീറ്റ്സികയെ വിളിക്കും, പക്ഷേ യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. സാറുടെ ആണെങ്കിൽ ഇപ്പൊ ആ ഡോർ ലോക്ക് അത് തുറക്കാൻ പറ്റുന്നുണ്ടോ ശ്രമിച്ചു നോക്കും. ഉടനെ ആ ഡോർ ഓപ്പൺ ആയിട്ട് വരും. ബൊറൂട്ടോയും സാറുടെയും ഇപ്പൊ മീറ്റ്സികയുടെ പേര് വിളിച്ച് ആ വീട് മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. വളരെ പീസ്ഫുൾ ആയ അടുത്ത ആരും ഇല്ലാത്ത ഒരൊറ്റപ്പെട്ട റൂം, ഒരൊറ്റപ്പെട്ട വീട്. അവിടെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഫർണിച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബൊറൂട്ടോയ്ക്ക് സാറടയ്ക്കും അത്ഭുതം തോന്നും. മീറ്റ്സിക ഇതുപോലൊരു വീട്ടിലാണോ ഇത്രയും കാലം ജീവിച്ചത്? നറൂട്ടോയ്ക്ക് ആണെങ്കിൽ കുറച്ച് കുറ്റബോധം തോന്നും. ഇതുവരെ അവന് മീറ്റ്സിയെ കുറിച്ച് ഒന്നും അറിയില്ല, ഒന്നും തന്നെ അവൻ ചോദിച്ചിട്ടുമില്ല. അവന്റെ പാരന്റ്സിനെ കുറിച്ചോ വേറെ ബൗൺസിനെ കുറിച്ചോ ഒന്നും തന്നെ ആർക്കും അറിയില്ല. ബൊറൂട്ടോ ഇപ്പോ മീറ്റ്സികയുടെ ബെഡ്റൂമിലേക്ക് വരും. അപ്പവൻ കാണും ബൊറൂട്ടോയുടെ ഒരു ഫോട്ടോ മാത്രം അവിടെ വെച്ചിരിക്കുന്നത്. അതിനുശേഷം സാറടയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇവാബെ, മെറ്റല്ലി അങ്ങനെ എല്ലാവരോടും മീറ്റ്സിയെ കുറിച്ച് അന്വേഷിച്ച് തിരികെ റെസ്റ്റോറന്റിലേക്ക് വരികയാണ്. ചോച്ചോ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് പറയും ആക്ച്വലി ഗ്രാമത്തിൽ എന്തോ കുഴപ്പം നടന്നിട്ടുണ്ട്. ഷിനോബികൾ ഒരുപാട് പേര് ഇപ്പൊ മാൻഷനിലേക്ക് പോയി കഴിഞ്ഞു, മീറ്റ്സികയെ കാണാനില്ല. ഓക്കി മാസ്റ്ററിനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ വ്യക്തമായി ഒരു മറുപടി പോലും തന്നില്ല. അത് കേട്ട് ഇപ്പൊ ബൊറൂട്ടോയ്ക്കും സാറടയ്ക്കും ടെൻഷനാവും. അവർ രണ്ടുപേരും ഡയറക്റ്റ് ആയിട്ട് കൊനാമാരുന്റെ അടുത്തേക്ക് വരും. മാസ്റ്റർ മീറ്റ്സികയെ കാണാനില്ല. അത് കേട്ട് മാസ്റ്റർ ഷോക്കാവും. ഉടനെ മീറ്റ്സികയാണെങ്കിൽ അവരുടെ തോളിൽ തട്ടി കാഷ്വലായിട്ട് പറയും കുഴപ്പമില്ല, മീറ്റ്സികയെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ അന്വേഷിക്കേണ്ട, അവൻ ഉറപ്പായാലും തിരികെ വരുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ആളിപ്പോ തിരികെ പോവും. സാറടയ്ക്കും ബൊറൂട്ടോയ്ക്കും അവർക്ക് രണ്ടുപേർക്കും എന്തൊക്കെയോ സംശയം തോന്നും. അവരാരുടെയും കണ്ണിൽപ്പെടാതെ ഹൊക്കാഗെ ഓഫീസിലേക്ക് കയറി പറ്റുകയാണ്. അതിനുശേഷം അവിടെ എന്താണ് നടക്കുന്നതെന്ന് വളരെ രഹസ്യമായിട്ട് നോക്കും. അവിടെയുള്ള ഷിനോബികളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു അറ്റാക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവർ കേൾക്കും. സാറടയ്ക്കും ബൊറൂട്ടോയ്ക്കും പിടികിട്ടും പ്രശ്നം അത് വളരെയധികം ഗൗരവമേറിയ എന്തോ ഒന്നാണ്. കാര്യം എന്താണെന്ന് അറിയാനായിട്ട് അവർ രണ്ടുപേരും ഹൊക്കാഗെ ഓഫീസിന്റെ തൊട്ടു പിന്നില് ആരും അറിയാതെ ഒളിച്ചിരിക്കും. ഉടനെ ഓഫീസ് കാണിക്കും. അവിടെ സായ്, ഷിക്കമരു, കാക്കാഷി എന്നിങ്ങനെ ഒരുപാട് പേര് നിരന്ന് നിൽക്കുകയാണ്. ഷിക്കമരു പറയും പേടിക്കേണ്ട ആവശ്യമില്ല, അറ്റാക്കിൽ പെട്ടുപോയ രണ്ട് ഷിനോബികള് അവരിപ്പോ ഓക്കെയാണ്. കാക്കാഷിയുടെ ബലമായ സംശയം ഒട്സുഗി ക്ലാനിലുള്ള ആരോ ആണ് ഇന്നലെ ഇവിടേക്ക് എത്തിയതെന്നാണ്. അവരാണ് ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ കൂടുതൽ ചാൻസ്. പക്ഷെ നറൂട്ടോയ്ക്കാണെങ്കിൽ അതിൽ അത്ര കഴമ്പ് തോന്നില്ല. നറൂട്ടോ പറയും സാസുക ഒട്സുജി ക്ലാനിനെ കുറിച്ച് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതാണ്, അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഷിക്കമരുവിനാണെങ്കിൽ ആ ഫൈക്ക് ആകാശിനെ കുറിച്ചും യാതൊരു സംശയവുമില്ല, അവരും ഇവിടേക്ക് വന്നിട്ട് പോയതാണ്. നമ്മൾ എങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യം അവർക്കും ഇല്ല, മറ്റാരോ ആണ് ഇതിന് പിന്നിൽ. സായി ആണെങ്കിൽ ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനിലാണ്. അവൻ കാര്യമായിട്ട് ചിന്തിക്കും എന്റെ ബലമായ സംശയം വന്നവർക്ക് എന്തോ വ്യക്തമായ മോട്ടീവ് ഉണ്ട് എന്നാണ്. ഗേറ്റിൽ നിന്ന രണ്ട് ഷിനോബി ഗാർഡ്സ് അവർക്ക് മാത്രമാണ് പരുക്ക് പറ്റിയതും അവരെ മാത്രമാണ് അറ്റാക്ക് ചെയ്തതും. സോ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ലീഡ് നമുക്ക് കിട്ടാതിരിക്കില്ല. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും പക്ഷി പറക്കുന്ന ഒരു സൗണ്ട് കേൾക്കുക. അടുത്ത സെക്കൻഡ് ആ ഹൊക്കാഗെ റൂമിലേക്ക് ഇപ്പൊ സുനൈര്
അവൾ കടന്നു വരികയാണ്. സാറടയ്ക്കാണെങ്കിൽ ഫിഫ്ത്ത് ഹൊക്കാഗെ കണ്ട് ഭയങ്കര അത്ഭുതമാവും. അവൾ ബൊറൂട്ടോയ്ക്ക് ഹൊക്കാഗെ കാണിച്ചു കൊടുക്കും. ഹൊക്കാഗെ ആന്റി ആണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? അത് കേട്ട സായി തലേ ദിവസം അവന് കിട്ടിയ ആ ഒരു ഹെഡ് ബാൻഡ് അതെടുത്ത് ഹൊക്കാഗെ ആന്റിക്കും ബാക്കിയുള്ളവർക്കും കാണിച്ചു കൊടുക്കും. കൊനോമാരുവിനാണെങ്കിൽ ആ ഒരു ഹെഡ് ബാൻഡ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ആരുടേതാണെന്ന്. അവൻ ആ ഹെഡ് ബാൻഡ് എടുത്തിട്ട് പറയും ഇത് മറ്റാരുടെയോ അല്ല, സാക്ഷാൽ മീറ്റ്സുകയുടേതാണ്. അത് കേട്ട് ബൊറൂട്ടോയ്ക്കും സാറടയ്ക്കും അവർക്ക് രണ്ടുപേർക്കും വമ്പ ഷോക്കാവും. ഹൊക്കാഗെ ആന്റി ആണെങ്കിൽ ഇപ്പൊ മീറ്റ്സുയെ കുറിച്ച് ചോദിക്കും. ഉടനെ ഷിക്കമരു പറയും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം, അവിടെ വെച്ച് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ കോമയിൽ കിടക്കുന്ന ഷിനോബി അവന്റെ അടുത്തേക്ക് അവരെല്ലാവരും വരും. അവരുടെ കൂടെ തന്നെ ആ സീനിയർ അഡ്വൈസർ അവരും അവിടെ ഉണ്ടാവും. നാറൂട്ടോ ഈനോട് പറയും എത്രയും പെട്ടെന്ന് നീ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവന്റെ മൈൻഡിൽ നിന്ന് റീഡ് ചെയ്യ്. ഉടനെ അവളാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഡിസി ഡെക്കിന് മുകളിലായിട്ട് ഇതെല്ലാം കണ്ട് സാറുടെയും ബൊറൂട്ടോയും അവര് താഴേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഈനോ അവളാണെങ്കിൽ അവളുടെ പവർ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവർക്ക് കാണിച്ചു കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് വലിയൊരു ലൈറ്റ്നിങ് പവർ. ആ ഒരു ലൈറ്റ്നിങ് പവറാണ് ഇവരെ രണ്ടുപേരെയും തകർത്ത് കളഞ്ഞത്. അത് ക്രിയേറ്റ് ചെയ്ത് മറ്റാരുമല്ല, സാക്ഷാൽ മീച്ചുക. ഉടനെ ഈനോ പറയും ഇതാണ് അവിടെ നടന്നത്. അതിനുശേഷം ഇവൻ അൺകോൺഷ്യസ് ആയി. പിന്നീട് നടന്ന ഒരു കാര്യങ്ങളും ഇവൻ അറിയില്ല. ഉടനെ നറൂട്ടോ അവൻ ചോദിക്കും ഒരുപക്ഷെ ട്രാൻസ്ഫർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് മീറ്റ്സുകയുടെ രൂപത്തില് അവിടേക്ക് ആരെങ്കിലും വന്നതാണെങ്കിലോ. സോ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് നല്ല രീതിയിൽ ഇത് കൂടുതൽ പഠിച്ച് വിശകലനം ചെയ്യണം. പക്ഷെ ഹൊക്കാഗെ ആന്റി ആള് തറപ്പിച്ച് പറയും ഇതവൻ തന്നെയായിരിക്കും. ആക്ച്വലി ഈ മീറ്റ്സുക അവൻ ആരാണെന്ന് അറിയില്ല. അതിന് കൊനഹമാരു പറയും അവൻ നമ്മുടെ ഗ്രാമത്തിലെ ഒരു സ്റ്റുഡന്റ് ആണ്. പക്ഷെ നറൂട്ടോ പറഞ്ഞതുപോലെ തന്നെ എനിക്കും അവൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, അതിനുശേഷം മാത്രമേ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്താൻ പാടുള്ളൂ. ഉടനെ നറൂട്ടോ പറയും മീറ്റ്സുക അവൻ മറ്റാരുടെ മകനല്ല, സാക്ഷാൽ ഒറോച്ചിമാറുവിന്റെ മകനാണ്. അത് കേട്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസായി പോവും. ഹൊക്കാഗെ ആന്റി ഫുൾ കലിപ്പില് കൈ ചുരുട്ടി ഡോറിൽ ആഞ്ഞെട്ടിക്കും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ഒറോച്ചിമാറു അവൻ ആരാണെന്ന് നിനക്കറിയില്ലേ? നിനക്ക് എങ്ങനെ മനസ്സ് വന്നു അവന്റെ മകനെ ഈ ഗ്രാമത്തിലേക്ക് സ്വീകരിക്കാൻ? അത് കേട്ട് നറൂട്ടോ അവനാണെങ്കിൽ തല താഴ്ത്തി നിൽക്കും. മീറ്റ്സുകയും നമ്മളുടെ മക്കളെ പോലെ ഒരു കുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാനും അവനെ അക്കാദമിയിൽ അഡ്മിഷൻ കൊടുത്തത്. അവന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അഡ്വൈസേഴ്സ് ആണെങ്കിൽ ഇപ്പൊ തീർത്തു പറയും ഇനി ഒന്നും സംശയിക്കാനില്ല, എല്ലാത്തിനും പിന്നില് ആ ഒറോച്ചിമാറും അവന്റെ മകൻ മീറ്റ്സുകയാണ്. ഞങ്ങൾക്കിതില് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഫുൾ കലിപ്പില് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാറുടെയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ഏതൊരു സ്ഥലത്തേക്ക് വരികയാണ്. സാറുടെക്കാണെങ്കിൽ ഇപ്പൊ മീറ്റ്സുയെ കുറിച്ച് എന്തൊക്കെയോ ഡൗട്ടൊക്കെ തോന്നും. പക്ഷെ ബൊറൂട്ടോ അവൻ അടിച്ചു പറയും ഉറപ്പായിട്ടും മീറ്റ്സുക അങ്ങനൊന്നും ചെയ്യില്ല, എനിക്ക് അവനെ നന്നായിട്ട് അറിയാം. നമ്മുടെ മാസ്റ്റർ കൊനഹമാരു അദ്ദേഹവും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ സാറുടെ വീണ്ടും ഇപ്പൊ മീറ്റ്സുയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അവന്റെ അച്ഛൻ ഒറോച്ചിമാറുവാണ്. ആള് പണ്ട് ഈ ലീഫ് വില്ലേജിനെതിരായിട്ട് ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആവശ്യമില്ലാത്ത കുറെ റിസർച്ച് ഒക്കെ ചെയ്ത് ഒത്തിരി പേരെ ആളിപ്പോഴും ഉപദ്രവിക്കുകയാണ്. അതിന് ബൊറൂട്ടോ അവൻ ദേഷ്യപ്പെട്ട് പറയും ഞാൻ പറയുന്നത് നീ കേട്ടില്ലേ? മീറ്റ്സുക അവൻ ഒരിക്കലും ഒറോച്ചിമാറുവിനെ പോലെ പ്രവർത്തിക്കില്ല, എനിക്ക് അവനിൽ നല്ല വിശ്വാസമുണ്ട്. അതിന് സാറട ബൊറൂട്ടോ നമ്മളെല്ലാവരും ഷിനോബികളാണ്, സോ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. അതിന് ബൊറൂട്ടോ പറയും നീ ഒരു ഹൊക്കാഗെ ആവാൻ പോകുന്ന ആളല്ലേ, അതിനാവശ്യം ഒരു സ്പെഷ്യൽ സ്കില്ലാണ്. നീ ഒരിക്കലും മീറ്റ്സുയെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് അവൻ ടാറ്റ ബൈബൈ ഒക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ബൊറൂട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ റെസ്റ്റോറന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഉടനെ ഷിക്കട അവനിപ്പോ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്നിരിക്കും. മീറ്റ്സുക ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പക്ഷെ ഞാനും ഈ കഥ മുഴുവനായിട്ടും വിശ്വസിച്ചിട്ടില്ല. നമ്മൾ ആരും ഗ്രാമത്തിന് പുറത്തു പോകാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ഉണ്ട്. സോ നീ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അവനിപ്പോ ബൊറൂട്ടോട് പറയും. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഫുൾ കലിപ്പിൽ വീണ്ടും ഒരു ബ്രിഡ്ജിലേക്ക് വന്നിരിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ബൊറൂട്ടോ അവനൊരു വൈറ്റ് സ്നേക്കിനെ കാണും. അവൻ ആ സ്നേക്കിനെ കാണുമ്പോൾ തന്നെ മീറ്റ്സുക ആയിരിക്കും ഓർമ്മ വരിക. ആ പാമ്പാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയുടെ പേര് വീണ്ടും വിളിക്കും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും മീറ്റ്സുക എവിടെയാണെന്ന് മാത്രം അവനെ കൊണ്ട് കണ്ടെത്താനാവില്ല. ബൊറൂട്ടോ ഉഷാറായിട്ട് വന്ന് ആ ഒരു ഹെഡ് ബാൻഡ് അതും എടുത്ത് എങ്ങനെയെങ്കിലും ഗ്രാമത്തിന് പുറത്തു ചാടാനായി ഇപ്പൊ ഗേറ്റിന്റെ അടുത്തേക്ക് വരും. അപ്പൊ അവൻ കാണും അവന്റെ തൊട്ടു മുൻപില് സാക്ഷാൽ സാറട ആണെങ്കിൽ വണ്ടടിക്കും. ഓ മൈ ഗോഡ്,
അത് മീറ്റ്സികയുടെ പാമ്പല്ലേ? ഉടനെ ബൊറൂട്ടോ പതിയെ പറ, അതെ ഇത് മീറ്റ്സികയുടെ പാമ്പാണ്. എനിക്കവൻ ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്. ഞാൻ അതനുസരിച്ച് അവനെ അന്വേഷിച്ച് പോവാൻ പോവാണ്. എനിക്ക് വേറെ വഴിയില്ല. എങ്ങനെയെങ്കിലും എന്റെ മീറ്റ്സികയെ ഞാൻ കണ്ടുപിടിക്കും. ഉടനെ സാറട പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഒറോച്ചിമാറുവിന്റെ ലാബിലേക്ക് പോവാം. ഒറോച്ചിമാറുവിന്റെ ഹൈഡൌട്ടിലേക്ക് പോയാൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടും. ഞാനും നിന്നെ പോലെ ടീം 7-ലെ ഒരു മെമ്പറാണ്. സോ മീറ്റ്സികയെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം അത് നിന്നെ പോലെ എനിക്കും ഉണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പോൾ ഉഷാറായിട്ട് പുറത്തേക്ക് ഓടും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.